ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണത്, മിൽക്കി നട്ട്സ് കേക്കാണ്, ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നീല കളറിൽ ഫൈനലാക്കിയിട്ട്. പക്ഷേ അതിന് ബാക്കി ഡിസൈനുകളോ ഡെക്കറേഷനുകളോ ഒന്നും കാണിച്ചിട്ടില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ നീല കളറിലുള്ള ക്രം കോട്ടിങ്ങും അല്ലാതും കഴിഞ്ഞ് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് പിന്നെ ഞാനിതിൽ റോസ് ഇങ്ങനെ പൂവൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻ്റ് കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാറും മൂണൊക്കെ വരയ്ക്കണത്, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിലൊക്കെ മേഘം വരച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേഴ്സും അതുപോലെ സ്റ്റാർ കണ്ട ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ടാണ് സ്റ്റാറും അതുപോലെ മൂണൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസത്തിൽ അങ്ങനെ. പിന്നെ കുറച്ച് പേഴ്സൊക്കെ നമുക്ക് ഭംഗിക്ക് ഒക്കെ ഇടാം കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഇടാം കേട്ടോ പേഴ്സ്. പിന്നെ നമുക്ക് ഈ ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ അധികം നേരം വെക്കരുത് കേട്ടോ. കാരണം പിന്നെ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഉരുകി എന്താ പറയുക, അരിഞ്ഞു പോണ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ, അരമണിക്കൂർ മുന്നൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൊടുക്കണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഫോണ്ടൻറ്റിൻ്റെ വർക്കുകൾ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് കളറില്ലേ, റെഡ് ഫുഡ് കളറ്, റെഡല്ല വൈറ്റ് ഫുഡ് കളറ്, അത് ഞാൻ മറ്റേ ബ്രഷ് കൊണ്ട് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കുടഞ്ഞിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ കുത്ത് പോലെ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്നും കൂടി ഫിനിഷിങ് ആകും. പക്ഷെ അത് ചെയ്തത് വീഡിയോയിൽ എനിക്ക് പറ്റില്ല, വീഡിയോ പെട്ടെന്ന് ഓഫായിപ്പോയി, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കാണാൻ ആ മറ്റേ വൈറ്റ് കളർ കൊണ്ട് നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴേ നല്ല ഭംഗിയിൽ വന്ന് വീഴുന്നത് കാണാം കേട്ടോ. പിന്നെ ഞാൻ ഈ കേക്കിന് വേണ്ടി ഉപയോഗിച്ച നോസിലുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച 3 നോസിലുകളാണ് ഈ കാണുന്നത്. ഈ നോസിലുകളുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ കേക്കുകൾക്കും ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ.